റേഷ്യോ അനാലിസിസിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോസിലെ പ്രധാനപ്പെട്ട റേഷ്യോസ് എന്നുള്ളത് കറണ്ട് റേഷ്യോയും അതേപോലെ ക്യുക്ക് റേഷ്യോസ് ആണ്. അപ്പോൾ ഇനി കറണ്ട് റേഷ്യോസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അതേപോലെ ക്യുക്ക് റേഷ്യോസിൻ്റെത് ക്യുക്ക് റേഷ്യോ ഡിവൈഡഡ് ബൈ എന്താണ് കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി വാട്ട് ഈസ് ക്യുക്ക് റേഷ്യോസ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യുക്ക് റേഷ്യോ അല്ലെ ക്യുക്ക് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. കറണ്ട് അസറ്റ്സ് മൈനസ് എന്താണ് നോർമലി ഇൻവെൻട്രീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ടാക്സ്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കറണ്ട് അസറ്റ്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻ സിംപ്ലി ക്യുക്കായിട്ട് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് എന്ത് ചെയ്യുന്നു കറണ്ട് അസറ്റ്സ് നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുക്ക് അസറ്റ് കിട്ടും. ആ ക്യുക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റി നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. Then we move into the next one, third important ratio, that is a leverage ratio. Leverage of it's same as liquidity ratio, പക്ഷേ അവിടെ ചെക്ക് ചെയ്യുന്നത് the long term ability അല്ലെ long term repaying capacity of a company ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് ടേം ലോൺ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, ലോങ് ടേം ലോൺ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചധികം റേഷ്യോസ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഒന്ന് നമ്മളുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയാണ്, അതേപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയാണ്. ഈ രണ്ട് റേഷ്യോസാണ് നമ്മളിവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത്. ആ രണ്ട് കാര്യത്തിനെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് നോക്കുക. മറ്റ് റേഷ്യോസൊക്കെ തന്നെ എന്താണ് മറ്റ് റേഷ്യോസൊക്കെ തന്നെ അത്ര അങ്ങ് എന്തല്ല മീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അതുകൊണ്ട് എല്ലാ റേഷ്യോസും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് എഫിഷ്യൻസി റേഷ്യോസ് ആണ്. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, കൺവേർഷൻസ്, ഡെപ്റ്റിൻ്റെ റീകളക്ഷൻസ്, ക്രെഡിറ്റിൻ്റെ പേ ഔട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോസ് ആണ് എഫിഷ്യൻസി റേഷ്യോസ് ഓർ ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് വിളിക്കും. നമ്മൾ അതിലേക്കാണ് ഇനി മൂവ് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റേഷ്യോസ് ഒക്കെ ജസ്റ്റ് പറയും. സോൾവൻസി റേഷ്യോയിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ ആൻഡ് ഇൻവെൻട്രി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് നമ്മൾ ലാസ്റ്റ് ഡേയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. EBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അത് ഒരു പ്രധാനപ്പെട്ട റേഷ്യോസും കൂടെയാണ്. അപ്പോൾ അത് നമുക്ക് EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ്, കറണ്ട് ഇൻട്രസ്റ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. എസ്പെഷ്യലി നമുക്ക് ലോങ് ടേം ലോൺ ഉണ്ട്, അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നോക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ആ റേഷ്യോസിൽ നിന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ ഓർ എഫിഷ്യൻസി റേഷ്യോസ് ആണ്. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോസ് കൊണ്ട് എഫിഷ്യൻസി റേഷ്യോസ് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം എന്താണ് എഫിഷ്യൻസി റേഷ്യോസ്. ഒരു ഫേം എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് അവരെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതേപോലെ ഒരു പ്രൊഡക്റ്റ് അത് ക്രെഡിറ്റിന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ഫാസ്റ്റായിട്ട് ആ ക്രെഡിറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ ഫേം ഡെബിറ്റ് അലൗ ചെയ്യും, മീൻസ് ലഭിക്കും നമുക്ക് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന്. ആ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. അത് അവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മൾ അസറ്റും നമ്മുടെ മീൻസ് അസറ്റും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. അപ്പം അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേൺ ഓവർ റേഷ്യോസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാനുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ടേൺ ഓവർ റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വരാം. ഏതൊക്കെയാണ് മേജർ ഇവൻറ്റ്സ്, അത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഏരിയയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിലെ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം. അത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ആണ്.
അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് മെഷർ how many time an inventory converted into revenue from operation during a accounting period. ഓക്കെ, ഇൻ സിംപ്ലി ഇത്രയാണ്. നമ്മളുടെ ടോട്ടൽ ഇൻവെൻട്രി നമുക്ക് ആവശ്യമുള്ളത് ഒരു അസ്യൂം ചെയ്യാം. നമ്മളുടെ ഒരു ഇൻവെൻട്രീസ് എന്നുള്ളത് ഒരു 25,000 റുപ്പീസാണ്. ആ 25,000 റുപ്പീസ് കംപ്ലീറ്റ്ലി മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഇത് ഇൻവെൻട്രി ആയിട്ടാണുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ക്യാഷായി മാറാൻ നമുക്ക് എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു 30 days ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് എന്താണ് 12 times നമുക്ക് ഈ കൺവേർഷൻസ് നടക്കും. അപ്പോൾ കൂടുതൽ പ്രാവശ്യം നമുക്ക് കൺവേർഷൻ നടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്, നമ്മുടെ ടോട്ടൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 25,000 ആണ്. ഇത് ഒരു പ്രാവശ്യം ക്യാഷ് ആയിട്ട് മാറുമ്പോൾ നമുക്കൊരു 30% പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ 30% പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഇത് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 7,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, 7,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ 7,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 7,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് 7,000 റുപ്പീസ് മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുക. ഇനി 2 times നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 6 മാസം ആകുമ്പോൾ ഒരു പ്രാവശ്യവും അടുത്ത 6 മാസത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 15,000 റുപ്പീസ് നമുക്ക് ഇത് കിട്ടും. അതേപോലെ തന്നെ ഇനി മൂന്നാമത് നമുക്കൊരു 3 പ്രാവശ്യം കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എത്ര ലഭിക്കും എന്ന് ചോദിച്ചാൽ നമുക്കവിടെ അറൗണ്ട് നമുക്ക് എന്ത് 22,500 റുപ്പീസ് കിട്ടും. ഇനി അത് 4 times നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും ഒരു 30,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് 10 times ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 75,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് കൂടുതൽ ടൈം നമുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ടേൺ ഓവർ എടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് എ ബെറ്റർ സിസ്റ്റം, അല്ലെങ്കിൽ ബെറ്റർ എഫിഷ്യൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസും ആവറേജ് ഇൻവെൻട്രി ആണ്. ഓക്കെ, നമ്മൾ കയ്യിൽ ടോട്ടൽ ഒരു എത്ര അതെ അത് കൺവേർട്ട് ചെയ്യുന്ന പീരീഡ് ആണ് ശരിക്കും നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് എത്ര അതെ കോസ്റ്റ് ഓഫ്, അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഗ്രോസ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കോസ്റ്റ് സൈഡാണത്. ഓക്കെ, ആ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര സമയം കൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ഫേം അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കൺവേർഷൻ സൗരവ് മുഖർജിന്റെ ബുക്കിൽ അവര് ഡോക്ടർ ലാൽപത് ലാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി എല്ലാ കമ്പനികളെക്കാളും കൂടുതൽ ഇൻവെന്ററി ടേൺ ഓവർ കൂടുതലാണെന്നും വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആണെന്നൊക്കെ. അതെ, അത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ടൊയോട്ട വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിലാണ്. ടൊയോട്ട വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയും. ജസ്റ്റ് ഇൻ ടൈം, അതായത് ജസ്റ്റ് ഇൻ ടൈം അതൊരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ശരിക്കും ടൊയോട്ട വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഇവൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് ലാർജസ്റ്റ് കാർ മാനുഫാക്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ അതെ ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എപ്പോഴൊക്കെയോ ഫോക്സ് വാഗൻ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ടൊയോട്ട ഫോക്സ് വാഗൻ ആണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാറിന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി അവരെ കാർ മാനുഫാക്ചറിങ് ലിറ്ററലി നടക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ലിറ്ററലി നമുക്ക് കാറ് ചിലപ്പം പെട്ടെന്ന് അവർ തരുന്നുണ്ടാവും, പക്ഷെ അവർ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സിങ് ബാക്കിൽ നടക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആ പേയ്മെൻറ്റ് ഓരോ റോ മെറ്റീരിയൽസ് കമ്പനി റോ മെറ്റീരിയൽ സപ്ലൈസിലേക്ക് അവർ ഓർഡർ പുഷ് ചെയ്യും. ആ ഓർഡർ നമുക്ക് കംപ്ലീറ്റ്ലി ക്രെഡിറ്റിനാണ് ടൊയോട്ടയിലേക്ക് വരിക, ഒരു പൈസ പേ ചെയ്യാതെ. ആ റോ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത്
കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം, കസ്റ്റമറിൻ്റെ പൈസ കിട്ടിയതിന് ശേഷം മാത്രം ടൊയോട്ടയ്ക്ക് ആ പേയ്മെൻ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്താൽ മതി അവരുടെ സപ്ലയറിന്. അതിന് ഏഷ്യൻ പെയിന്റ് കേട്ടത്. അതെ, ഇതേ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് ആ കമ്പനീസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർത്തും ക്രെഡിബിലിറ്റിയും ഒക്കെ കാരണം, അത് റെപ്യൂട്ടേഷൻ കാരണം അവർക്ക് പേയ്മെന്റിൽ ഡ്യൂ വരുത്തൂല എന്ന് സപ്ലൈസിന് അറിയാം. കാരണം അവരുടെ ബാക്കപ്പ് അത്രയുണ്ട്, റിസർവ് അത്രയുണ്ട്. അപ്പം അതുകൊണ്ട് അവരൊരു ബാക്കപ്പ് വരുത്താൻ ഒരു സാധ്യത ഇല്ലാന്ന്. പിന്നെ ആ ഒരു സപ്ലയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, മേജർ പ്ലെയർ ആയുള്ള ഒരു സപ്ലയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ സപ്ലൈസിനും അത്യാവശ്യമാണല്ലോ. കാരണം ഇവര് മാർക്കറ്റിന്റെ ഒരു മേജർ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ അറൗണ്ട് 60-70% എനിക്ക് തോന്നുന്നു ഏഷ്യൻ പെയിന്റ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യൻ പെയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ പെട്രോളിയം ആയാലും കെമിക്കൽ സപ്ലൈസിനൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ടൈം അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ നോക്കുന്നത്. ഇപ്പം അത് ഇവിടെ ഒരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലപ്പോൾ ഹൈലി മിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മീൻസ് ബിഗർ സൈസുള്ള ഇതിലൊക്കെ ചിലപ്പോൾ ഈ ഇൻവെൻട്രി ടേൺ ഓവർ ചിലപ്പോൾ അല്പം സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ മറ്റൊരു സാധനം മാനുഫാക്ചർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാറിൽ കുറേ കോമ്പോണൻസ് വരാനും കുറേ ഹൈലി എന്താ പറയുക ടെക്നോളജി മാത്രമല്ല, അവിടെ കുറച്ചധികം എക്യുപ്മെൻസിൻ്റെ കേസസ് സെനാരിയോസ് വരുമല്ലോ. പല കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത് വരുമ്പോൾ അവിടെ ചിലപ്പോൾ സമയം എടുത്തേക്കാം. പക്ഷേ ഇൻഡസ്ട്രിയൽ ബെസ്റ്റ് പെർഫോമർ ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ഒരു പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് കാൽക്കുലേഷൻ സൈഡ് നോക്കുന്ന സമയത്ത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ദെൻ ആവറേജ് ഇൻവെൻട്രി എന്നുള്ളത് ഓപ്പണിംഗ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ്സ് മീൻ ആവറേജ് കറന്റ് പീരീഡ് ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ 6 മന്ത്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ആവറേജ്. ഇനി കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് ടോട്ടൽ റവന്യൂ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ നോർമലി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ റവന്യൂ സൈഡ് ഐറ്റംസ് നോർമലി സെയിൽസ് ആയിരിക്കും. സെയിൽസ് നിന്ന് നമുക്ക് സ്പെസിഫിക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ മീൻസ് കോസ്റ്റ് സൈഡുള്ള ഐറ്റംസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ. ജസ്റ്റ് സിഗ്നിഫിക്കൻസ് ഉള്ളത് മെഷർ ദ എഫിഷ്യൻസി ഓഫ് കൺവേർട്ടിങ് ഇൻവെൻട്രി ഇൻ ടു ദി സെയിൽസ്. ദെൻ ഇൻഡിക്കേറ്റിംഗ് മീൻസ് നോർമലി നമുക്കറിയാം ഒരു ആക്റ്റീവായി അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മീൻസ് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അല്ലെങ്കിൽ മിനിമം ലിക്വിഡിറ്റി അല്ലെങ്കിൽ മിനിമം ക്യാഷ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഇനി ജസ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ഓക്കെ. ജസ്റ്റ് ഒരു റഫ് നോട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇതും കൂടെ പറയാം. നമുക്കൊരു എക്സാമിന് വരുമ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേപ്പറിലേക്ക് അതുമായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ജസ്റ്റ് അങ്ങ് നോട്ട് ചെയ്തേക്കാം. കാരണം എന്താ വെച്ചാൽ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പിന്നീട് അത് സോൾവ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റവന്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്ന് എഴുതി വെച്ചേക്കാം, ഇൻവെൻട്രീസ് എന്ന് എഴുതി വെച്ചേക്കാം. പിന്നെ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഐറ്റത്തിൽ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് എന്ത് ചെയ്താൽ മതി, ബിൽഡ് ചെയ്ത് പോയാൽ മതി നമ്മൾ. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് അല്ല ഒരു 1 മിനിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം അതിലേക്ക്. ഷുവർ മേലെ ഉണ്ട്. എന്താ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി.
പിന്നെ നമ്മളെ ഇനിയിപ്പോൾ അതിൽ വരാന്ന് പറഞ്ഞിട്ട് നാളെ എന്തെങ്കിലും ക്യാൻസലായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടെങ്കിൽ അതൊന്ന് എൻക്വയറി ചെയ്യണത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൽ 50-50 പറഞ്ഞാലോ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് പറയാൻ തന്നെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് ഉദാഹരണത്തിന് സൗമ്യ ഉണ്ടോ? ഇതില് അതായത് ഉദാഹരണത്തിന് സൗമ്യ യെസ്. ജിഷോബ് ഈ കാരിയേജ് ഇൻവേർട്സ് ഉദ്ദേശിച്ചത് അപ്ഡേറ്റ് ഉണ്ടോ? എന്താ വെച്ചാൽ നാളെ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് അത് കോസ്റ്റ് ആണ്. കോസ്റ്റാണ്. ക്യാരേജ് ഇൻവേർട്സ് ഉദ്ദേശിക്കുന്നത് ശരിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റാണ്. ജസ്റ്റ് ഇറക്കി വെക്കാനും അതൊക്കെ വരുമല്ലോ, ആ കോസ്റ്റിനെയാണ് ക്യാരേജ് ഇൻവേർട്സ് എന്ന് പറയാം. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ് ഉണ്ട്. അത് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയറ്റി വെക്കാനോ അങ്ങനെയൊക്കെ വരുന്ന ട്രാൻസ്പോർട്ടേഷന് മുൻപേ ഉള്ള കുറച്ച് കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ക്യാരേജ് ഔട്ട്വേർഡ്സ്. അത് സെയിൽസ് റിലേറ്റഡ് ആണ്. ക്യാരേജ് ഇൻവേർട്സ് നമ്മളെ പർച്ചേസ് റിലേറ്റഡ് ആണ്. വേജ് ഒരു ഡയറക്റ്റ് അപ്പോൾ ഈ പർച്ചേസ് റിലേറ്റഡ് ആയുള്ള എക്സ്പെൻസസിനെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ് പറയുക. സെയിൽസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത് നമുക്ക് ഇൻ സിംപ്ലി. ഓക്കെ, ഇവിടെ പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, പിന്നെ അതേപോലെ ക്യാരേജ് ഇൻവേർട്സ് ഉണ്ട്, പിന്നെ ഇൻവെൻട്രി ഡയറക്റ്റും ഇൻവെൻട്രി അതേപോലെ ഇൻഡയറക്റ്റും നമുക്ക് ഡയറക്റ്റ് ഇൻവെൻട്രി ഓപ്പണിങ്ങും ഇൻവെൻട്രി ക്ലോസിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. അത് ആവറേജ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഏതെങ്കിലും അത് അതായത് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് മീൻസ് ഇത് ഒരു 40-20 തന്നെയായിരിക്കും വരിക, അതായത് ആവറേജ് ഇൻവെൻട്രി. ഓക്കെ, പിന്നെ ജസ്റ്റ് സിയാൻ ചെയ്ത് നോക്കിയായിരുന്നു? സിയാൻ ഓക്കെ, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയാൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ. പിന്നെ നമ്മളെ ഇനിയിപ്പോൾ അതിൽ വരാന്ന് പറഞ്ഞിട്ട് നാളെ എന്തെങ്കിലും ക്യാൻസലായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടെങ്കിൽ അതൊന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൽ 50-50 പറഞ്ഞാലോ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് പറയാൻ തന്നെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് ഉദാഹരണത്തിന് സൗമ്യ ജിഷോബ് അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അതെന്താ വെച്ചാൽ നാളെ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് നോക്കണമല്ലോ. കമലെ അവരോട് ഫുഡിൻ്റെ കാര്യത്തിൽ ഇനി ചേഞ്ച് വേണ്ടി വരില്ല. ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുന്ന എല്ലാവരോടും വരാൻ അങ്ങ് പറഞ്ഞാൽ മതി. ഇനി അതൊരു 1, 2, 3 പേര് അധികം വന്നാൽ പോലും പ്രശ്നമില്ല. കാരണം ഇപ്പുറത്ത് ഓൾറെഡി നമ്മൾ കൊടുത്തതിൽ ചിലപ്പം ധന്യ അതേപോലെ തന്നെ ഫെബില ഇങ്ങനെ 2 പേരെ കാര്യത്തിൽ ഒരു ഓൾറെഡി കൺഫ്യൂഷൻസ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ നല്ല മഴയാണെങ്കിൽ 1, 2 പേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട. ഇനി പേര് തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്ക് വന്നോളാം, നോ ഇഷ്യൂ. ഒന്നും വിചാരിക്കരുത്, എല്ലാവരും വരണം, മടി വിചാരിക്കരുത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആക്കി നിർത്തും. ഇന്ന് നമ്മൾ കമാലെ മുക്കത്തുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും മേടിക്കൽ പരിപാടികൾ, അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കൽ പരിപാടികളായിട്ട് മുക്കത്തുണ്ടായിരുന്നു. പിന്നെ അതിൽ നമ്മൾ മേടിക്കാൻ വിട്ടുപോയതാണ് ഒരു ചെറിയ ബോക്സ് സീഡ്സ് എന്തെങ്കിലും ഒന്ന് വേണം. അത് പറ്റുവാണെങ്കിൽ വിജേഷ് മേടിച്ചിട്ടില്ലെങ്കിൽ കമാലി ജസ്റ്റ് അതൊന്ന് നോക്കണേ മുക്കത്തുനിന്ന് രാവിലെ വരുമ്പോൾ. പിന്നെ അതേപോലെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വിജേഷ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അത് മേടിച്ചിട്ടില്ലെങ്കിൽ അതും നമുക്ക് നാളെ ഒന്ന് മേടിക്കണം. അതായത് രാവിലെ ഇതാണ് വെക്കുന്നതെങ്കിൽ അതിനപ്പുറം ഒരു ബിസ്ക്കറ്റും കൂടെ വെക്കാം. നമ്മുടെ ടീയോ അല്ലെങ്കിൽ ഹോർലിക്സോ ആണ് വെക്കുന്നതെങ്കിൽ ഒരു ബിസ്ക്കറ്റും കൂടെ നമുക്ക് വെക്കാം രാവിലെ. ഓക്കെ, സേന എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് ഉണ്ടോ? എന്താ സെനാരിയോ? എല്ലാം കൂടി അതായത് ഓപ്പണിംഗിലും ക്ലോസിംഗിലും പിന്നെ അതേപോലെ ആവറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ബാക്കി അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ആദ്യം എങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ദ ഫസ്റ്റ് പ്രോസസ് ക്ലിയർ കേൾക്കുന്നുണ്ടോ? ശൈല കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസും നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഷീറ്റ് തരും, എനിക്ക് തോന്നുന്നു 1, 2 ഷീറ്റ് നമുക്ക് അതിന് വേണ്ടി തരും. ഞാനതിൽ മാക്സിമം ഏറ്റവും ചെറുതാക്കി എഴുതി വെക്കാറാണ്.
കാരണം ക്വസ്റ്റ്യൻ നമുക്ക് കുറേ പ്രാവശ്യം റീഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഒറ്റ റീഡിങ്ങിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഇൻ കേസ് എവിടെയെങ്കിലും ഡൗട്ട് കുടുങ്ങിയാൽ ഒന്നും കൂടെ വായിക്കുക. അത്ര സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ നമ്മൾ ക്യാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാറ് ഇക്വേഷൻ അങ്ങ് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അപ്പോൾ പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇവിടെയൊക്കെ ഡയറക്റ്റ് എമൗണ്ടുകളാണ് തന്നത്, കുഴപ്പമില്ല. ഇനി എമൗണ്ട് അല്ല, ഏതെങ്കിലും ഒരു റേഷ്യോ അതിൻ്റെ താഴെ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു ഇത്ര അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷനും കൂടെ എഴുതിയിട്ട് അതിൽ കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ ലയബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2 അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതി വയ്ക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടോ, അത് തമ്മിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് ഈ ചോദ്യത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് എമൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ സെനാരിയോസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സംഗീതം കൂടെ ജസ്റ്റ് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. സംഗീതം നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നോ ഇഷ്യൂ. ജസ്റ്റ് ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് ഒരു ക്ലാരിറ്റി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് അതിലൊരു ഡിസ്കഷൻ എടുക്കാം. നോ ഇഷ്യൂ. ഞാൻ ഓൺലൈനിലുണ്ടാവും രാത്രി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് ജസ്റ്റ് സോൾവ് ചെയ്യുന്നതിന് മുൻപ് ഏത് ഇക്വേഷൻസ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് അതിൽ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നോട്ട് ചെയ്ത് വയ്ക്കും. ഇവിടെയാണ് നമുക്ക് വാട്ട് ഈസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് എന്ന് അറിയണം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ദ ആവറേജ് ഇൻവെൻട്രി. ഇപ്പോൾ ആവറേജ് ഇൻവെൻട്രി എത്രയാണെന്ന് നമുക്കറിയാം. ആവറേജ് ഇൻവെൻട്രിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആവറേജ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു, അത് നമ്മളുടെ എന്താണ്, ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ നോർമലി 40 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 20 കിട്ടിയിട്ടുണ്ട്. 20 അല്ലേ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ അതിനുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസാണ് പറഞ്ഞത്. കോസ്റ്റ് ഓഫ് നോർമലി നമ്മുടെ കറണ്ട് ഇയറിലെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ല, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസ് പ്ലസ് എക്സ്പെൻസസ് മൈനസ് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്, ക്ലോസിംഗ് ഇൻവെൻട്രി. ഓക്കെ, അതായത് ജസ്റ്റ് ഇത്ര എടുക്കുക, ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് കറണ്ട് ഇയറിലെ പർച്ചേസ് പ്ലസ്, അപ്പോൾ ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ താഴെ. ജസ്റ്റ് ഇതിവിടെ തന്നെ ഉണ്ട്, അടുത്തതിൽ തരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പർച്ചേസ് ഈ ഏരിയയിലുണ്ട്, പ്ലസ് പർച്ചേസ് ദെൻ പ്ലസ് എക്സ്പെൻസസ്. ആ പ്ലസ് എക്സ്പെൻസസിലാണ് നമുക്ക് വേജസ്, ക്യാരേജ് ഇൻവേർട്സ് ഒക്കെ വരിക. ഇനി അവിടെ സാലറി, കമ്മീഷൻ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ സാലറി, കമ്മീഷൻസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാലറി, കമ്മീഷൻസ് ഒന്നും ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ല, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇനി അത് അല്ലല്ല, സാലറിയും വേജും ഒന്നല്ല. സാലറി എന്നുള്ളത് അതെന്താ തമ്മിലെ ഡിഫറൻസസ് എന്താണെന്ന് ചോദിച്ചാൽ, സാലറി നോർമലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വേജ് ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണെന്നുള്ളതാണ്.
ഓക്കെ, പക്ഷെ ഈ അഡ്മിനിസ്ട്രേഷൻ അതെ, അഡ്മിനിസ്ട്രേഷൻ പാർട്ടാണ്. സാലറി എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടൊക്കെ ഇൻഡയറക്റ്റ് ആണ്. ആ ഓക്കെ ഇനി അതിൽ തന്നെ ഒന്നും കൂടെ പറയുവാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ഇപ്പോൾ ഒരു മാസം എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 പ്രാവശ്യം ടോട്ടൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രീസ് ടേൺ ഓവർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരു 10 ദിവസം കൊണ്ട് ഫസ്റ്റ് വാങ്ങി ഇൻവെൻട്രി കംപ്ലീറ്റ് തീർന്ന് അടുത്ത 10 ദിവസം കൊണ്ട് വീണ്ടും ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റൂല, സാലറി ആദ്യത്തെ പ്രാവശ്യത്തേക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അപ്പോഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യത്തെ ടേൺ ഓവറിലേക്ക് കറക്റ്റ് എത്രയെന്ന് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതൊരു 1 മന്ത്സിലേക്കാണല്ലോ പേ ചെയ്യുക. പക്ഷേ വേജസ് എന്നുള്ളത് അങ്ങനെയല്ല. അത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ടേൺ ഓവറിലേക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ സിംപ്ലി ഇറ്റ്സ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ വേജസ്, ക്യാരേജ് ഇൻവേർട്സ്, ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് ഒക്കെയാണ് അവിടെ വരിക. ഓക്കെ, സംഗീത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ലോ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ആക്ച്വലി സാലറിയുടെ കമ്പനിക്ക് ചേഞ്ച് വന്നല്ലോ പേ കമ്മീഷനിൽ. ആ അപ്പം ഇവിടെ കോസ്റ്റ് കമ്പനിക്ക് കൂടുകയാണോ കുറയാണോ? ക്ലിയർ ആയില്ല, എനിക്ക് ഒന്നും കൂടെ അത് ചെയ്യാവോ? കമ്മീഷനിൽ ബേസിക് സാലറി ഗവൺമെന്റ് കൊടുക്കും എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനി ഇപ്പോൾ ഓൾറെഡി കാണിക്കുന്ന ഇപ്പോൾ ഒരു 30,000 ബേസിക് ഉള്ള ഒരാൾക്ക് ഒരു സാലറിന്റെ മുകളിൽ 90,000 ബേസിക് പേ ആയിട്ട് കാണിച്ചിട്ട് അതിൽ കൊടുക്കേണ്ടി വരുമല്ലോ. ഈ കോസ്റ്റ് ഓഫ് റവന്യൂ കോർപ്പറേഷനിലൊക്കെ കമ്പനീസിന് അവർക്ക് കൂട്ടേണ്ടി വരും. അവരെ എക്സ്പെൻസസ് അവർക്ക് ഓട്ടോമാറ്റിക്കലി കൂട്ടേണ്ടി വരും, കൂടുകയും ചെയ്യൂലേ? അവരെ അതുകൊണ്ട് നോർമലി സാലറി കൂടും എന്നുള്ളതാണ്. സാലറി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസസ് കൂടും, പ്രോഫിറ്റ് കുറയും. അതേപോലെ ആ സമയത്ത് ടാക്സും കുറയും. അങ്ങനെ ടാക്സും കുറയുമ്പോൾ നാരോ ആയിട്ടുള്ളൊരു ഡിഫറൻസ് കമ്പനിക്ക് അവിടെ ടാക്സ് കുറയുന്നത് വഴി സേവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു 30% ഒക്കെ ടാക്സ് ഉള്ള ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജ് വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു സേവിങ്സ് കമ്പനിക്കും കിട്ടും, എമൗണ്ട് താഴേക്ക് പോകുന്നതുകൊണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ എക്സ്പെൻസസ് ആ സമയത്ത് കൂടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നോർമലി ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത്ര എടുക്കാം. ഓപ്പണിംഗ് എന്നുള്ളത് 18,000 രൂപയായിരുന്നു. ഓപ്പണിംഗ് നെറ്റ് പർച്ചേസ് 46, അത് ആഡ് ചെയ്തു. പിന്നെ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് വേജസ് എമൗണ്ട് തന്നിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർട്സും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഇവിടെ സാലറി അങ്ങനെ മിസ്ലീഡിങ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. ഇവിടെ ഒന്നും തരാത്തതുകൊണ്ടാണ് നമുക്ക് ആ കൺഫ്യൂഷൻസ് ഇല്ലാതെ പോയത്. അപ്പോൾ അതൊന്നും ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ ആ 2 ഐറ്റംസും കൂടി ആഡ് ചെയ്തു. പിന്നെ ക്ലോസിംഗ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്തു. ക്ലോസിംഗ് എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്തു നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് 60,000 എന്നുള്ള വാല്യൂ. അപ്പോൾ ദെൻ നമ്മളുടെ ടേൺ ഓവർ റേഷ്യോ is equal to 60,000 divided by 20,000. ദാറ്റ് മീൻസ് 3 times ആണ്. ഓക്കെ, ഇൻവെന്ററി അറ്റ് ദ എൻഡും ബിഗിനിങ്ങും ആഡും മൈനസും ചെയ്തിട്ടില്ല. എനിക്ക് 3.2 കിട്ടിയത്. അപ്പൊ നമ്മൾ എക്സ്പെൻസസ് മാത്രം എടുത്തു, എന്നിട്ട് നേരെ ഇതിലേക്ക് കാൽക്കുലേഷനിലേക്ക് പോയി. അപ്പൊ എനിക്ക് 64/20 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിൽ ചിലപ്പോൾ ഒരു കാര്യം കൂടെ പറയും. ഇപ്പോൾ ഈ 3 times എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ, ഒരു 1 yearൽ 3 times എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻവെന്ററി ടേൺ ഓവേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരു ഫേം തൊട്ടടുത്ത് വരികയാണ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണ്. അവിടെ 4 times ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതാ കൺസിഡർ ചെയ്യേണ്ടി വരിക, നല്ലതാവുക. ഓക്കെ, ഇനി വേറൊരു സെനാരിയോ എന്നുള്ളത് ഈ ക്വസ്റ്റ്യനിലില്ല, അടുത്ത വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസ് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഒന്ന് ടൈംസിൽ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ടൈംസിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റയാണെങ്കിൽ ഒരു വർഷം ഇവിടെ 3 times എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ക്ലിയർ? അപ്പോൾ ഇത് ഡേയ്സിലും ചിലപ്പോൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചില പ്രോബ്ലത്തിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡേയ്സിലായിരിക്കും. ഇതിനെ ഈ 3 times ഉള്ളത് ഡേയിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ മന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും. അതെ, അത്
അതെ, ഇൻവെൻട്രി ഡേയ്സ് ആണ്. അത് എങ്ങനെയാണ് ഇൻവെൻട്രി ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു അതെ, 360 എടുക്കുക. 360 എന്നുള്ളത് അത് റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടി 360 എടുക്കാം. 360 ഡിവൈഡഡ് ബൈ നമുക്ക് 3 ചെയ്യാം. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് നോക്കുന്ന സമയത്ത് 120 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ 120 ഡേയ്സ് ആയിരിക്കും ഇവിടുത്തെ നമ്മളുടെ 120 ഡേയ്സ് ആയിരിക്കും നമ്മൾ ഒരു സൈക്കിളിൽ നമ്മുടെ ഇൻവെൻട്രി മീൻസ് കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്ത് ക്യാഷായി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളൊരു സമയം. ഇനി ഇത് സെയിം തന്നെ നമുക്ക് മന്തിലും എക്സ്പ്രസ് ചെയ്യാം. മന്ത്സിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ് എന്നുള്ളത് നമുക്കറിയാം 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കത് എന്താണ് 4 ആണ്. ഓക്കെ, അല്ല യെസ്, നമുക്ക് അവിടെ എന്ത് ചെയ്യും, നമുക്ക് 4 മന്ത്സ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പം 4 മന്ത്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 മന്ത്സിലും ചിലപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ കൺഫ്യൂഷൻ അടിക്കേണ്ട, ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, ഡൗട്ട് ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോൾ പലതിലും എനിക്ക് തോന്നുന്നു ഡേയ്സിലോ അല്ലെ മന്തിലോ ആയിരിക്കും ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യത. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്നുള്ളത് ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോസ് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആവുകയെന്ന് ചോദിച്ചാൽ, ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാനോ അല്ലെ ലിക്വിഡിറ്റി പൊസിഷൻസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഷ്യോസ് ആണ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോസ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹൗ എഫിഷ്യൻ്റ്ലി എ ബിസിനസ് കളക്ട് ക്രെഡിറ്റ് സെയിൽസ് ഫ്രം ഇറ്റ്സ് കസ്റ്റമർ. നമ്മൾ പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ക്രെഡിറ്റിന് കൊടുത്ത എമൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവാണ്. ജസ്റ്റ് ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു സെനാരിയോസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ നേരത്തെ സെയിം തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെയുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. റിസീവബിൾ ടേൺ ഓവർ റേഷ്യോസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഏതെങ്കിലും നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രെഡിറ്റിന് ആളുകൾക്ക് സെല്ല് ചെയ്ത എമൗണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും റിട്ടേൺസ് ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ആണ്, നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. നമ്മൾ സിംപ്ലി ക്രെഡിറ്റിന് എത്രയാണ് സെല്ല് ചെയ്തത് ആ പോർഷൻസിൽ ഏതെങ്കിലും എന്തുണ്ടോന്ന് ക്രെഡിറ്റ് ഉണ്ടോ, ക്രെഡിറ്റ് അല്ല മീൻസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ഒന്ന് ലെസ് ചെയ്താൽ മതി. ഇനി ദാറ്റ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ്. ഇനി ആവറേജ് ട്രേഡ് റിസീവബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും അതേപോലെ തന്നെ ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ടും ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതേപോലെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിൾസും കൺസിഡർ ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 4 ചെയ്യരുത്, ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഇനി ക്ലോസിംഗ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് എന്ത് ചെയ്യണ്ട, ഇതേപോലെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണ്ട. ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ നമുക്ക് ക്ലോസിംഗ് മാത്രമാണ് തരിക. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണ്ട, അത് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതേപോലെ ഇനി ഇവിടെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എന്നുള്ളത് വേറെ കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് അവിടെ വരുന്നില്ല. എന്താണോ നമ്മൾ ക്രെഡിറ്റിന് സെല്ല് ചെയ്തത് ആ ക്രെഡിറ്റിന് സെല്ല് ചെയ്ത എമൗണ്ട്, ക്രെഡിറ്റ് സെയിൽസിന് മാത്രം സെല്ല് ചെയ്ത എമൗണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ഒന്ന് മൈനസ് ചെയ്ത എമൗണ്ട്, ഡിഡക്ട് ചെയ്ത എമൗണ്ട്. ഓക്കെ ഓക്കെ ദെൻ ഒരു പ്രോബ്ലം. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, ജസ്റ്റ് ക്വിക്കായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ഇപ്പോൾ ഈ പ്രോസസ്സ് ഓർത്ത് വയ്ക്കുക. കാൽക്കുലേറ്റ് ദ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻസ്.
ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ തന്നെ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതാണ്. വാട്ട് ഈസ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ? ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അല്ലെ നെറ്റ് ക്രെഡിറ്റ് മീൻസ് ക്രെഡിറ്റിൻ്റെ വാല്യൂ, ക്രെഡിറ്റ് സെയിൽസ് അല്ലെ ഓപ്പറേഷൻസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ ആവറേജ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് 4 lakh rupees ആണ്. അതിലെ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഈസ് ദ 20% ഓഫ് ദ ടോട്ടൽ ഓപ്പറേഷൻ. അപ്പോൾ 20% ക്യാഷ് ആണ്, ബാക്കി 80% ഈസ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷം ട്രേഡ് റിസീവബിൾസിൻ്റെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസിൻ്റെ ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്നിട്ട് അതിനെ ഡേയ്സിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ടാൽ മതി. ഒരു 1 minute എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് നമുക്ക് ആദ്യത്തിലേക്ക് പോവാം. അപ്ഡേറ്റ് എന്നോട്ടെ. ഞാനെന്താ അറിയോ ഗ്രൂപ്പിൽ മറ്റിലൊന്നും വന്നില്ല, കാരണം ഞാൻ പെങ്ങളെ കുടിക്കൽ സംബന്ധമായിട്ട് 22-ാം തീയതിയാണ് ഈ മാസം. അപ്പൊ അതിൻ്റെതായ കുറച്ച് വണ്ടി ബാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലുള്ളത്, അതാണ് ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ വരാറുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഗ്രൂപ്പ് കത്തിച്ചിട്ടുണ്ട്, കത്തിച്ചണല്ലോ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഈ കുറച്ച് കഴിഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞാണ്ടി നാളെ ഇനി എന്തെങ്കിലും വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വരുന്ന കാര്യങ്ങൾ വരാൻ പറ്റൂല ഒന്നോളി വരണം എന്നുള്ള നിർബന്ധമായിട്ട് മെസ്സേജ് അയച്ച് ടെക്സ്റ്റ് ആയിട്ട് അങ്ങനെ അയച്ചിട്ട് ഏതാണ് 4 times ആണ് വരുന്നത്? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അതെ അതെ 4 times ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് സംഗീതം അതേപോലെ സിയാനും കൂടെ ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്കഷൻ എടുത്തിട്ട് അടുത്തതിലേക്ക് പോവാം. ആ ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും അല്ലെ ഇതേപോലെ കുറച്ച് എമൗണ്ട്സും അതിൻ്റെ പെർസെൻറ്റേജും അതിൽ നിന്ന് ഒരു വാല്യൂ എടുത്ത് വേറൊരു വാല്യൂ അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കും തരിക. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി നമുക്ക് കയ്യിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയാൽ പോരാ, ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഫ്രീ ടൈമിൽ. കാരണം അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് അങ്ങ് എത്തും. കാരണം നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ പല ഇക്വേഷൻസും പല സാധനങ്ങളും ചെയ്ത് നോക്കിയോണ്ട് നമുക്കതങ്ങ് എത്തും. പിന്നെ കുറച്ചധികം പ്രാവശ്യം എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ മൈൻഡിലേക്ക് അതങ്ങ് റെക്കോർഡഡ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് ഡയറക്റ്റ്ലി ആണ്. അപ്പോൾ ആദ്യം തന്നെ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ ഡെപ്റ്റർ ടേൺ ഓവർ റേഷ്യോസ് എന്ന് ഇതിനെ പറയാറുണ്ട്. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഓർ ഡെപ്റ്റർ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ് ആണ്. ഓക്കെ, ദെൻ താഴെ നമുക്ക് നോക്കുന്ന സമയത്ത് എത്രയാണ് ഇവിടുത്തെ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് നമുക്കൊരു ഇൻഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20% ഓഫ് ടോട്ടൽ സെയിൽസ്, അല്ല 80% ഓഫ് ടോട്ടൽ സെയിൽസ്. കാരണം ക്യാഷ് സെയിൽസ് എന്നുള്ളത് 20% ഓഫ് ടോട്ടൽ സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് 4 lakh മൈനസ് 80,000 3,20,000 rupees ആണെന്ന് മനസ്സിലായി. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ഫിഗർ ഈസ് ഓക്കെ. ദെൻ സെക്കൻഡ് ഫിഗർ എന്നുള്ളത് ആവറേജ് ട്രേഡ് റിസീവബിൾസ് ആണ്. അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 40 + 20 1,20,000 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 80,000. ദെൻ 320 ഡിവൈഡഡ് ബൈ 80,000 ആണ് നമുക്ക് 4 times കിട്ടിയത്. ഇനി ഇതിനെ നമുക്കൊന്ന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ, ഡേയ്സിലേക്കോ മന്ത്സിലേക്കോ കൺവേർട്ട് ചെയ്യണം തോന്നുകയാണെങ്കിൽ നമുക്ക് അതും കൺവേർട്ട് ചെയ്യാം, നോ ഇഷ്യൂ. അത് കൺവേർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കും. നമുക്ക് അറിയാം 360 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 360 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് 90 days ആണ്. ഇനി അത് മന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ളതെങ്കിൽ 11
12 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 3 months ആയിരിക്കും നമുക്ക് ഒരു ഡെപ്റ്റർ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെപ്റ്റർ ടേൺ ഓവർ പീരീഡ് എന്നുള്ളത്. ടേൺ ഓവർ റേഷ്യോ അല്ല, അപ്പോൾ പീരീഡ് എന്നാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസിന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പലപ്പോഴും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതിന് പകരം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഈ പ്രോബ്ലം തന്നെ വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ മാത്രം തരില്ല. ആ ഫിഗർ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് തരുന്നതിന്, ഈ ഒരു കണ്ടീഷൻ തരുന്നതിന് പകരം നമുക്ക് ഒരു കണ്ടീഷൻസ് ഇവിടെ തരും. നമ്മളുടെ ഈ ഒരു ട്രേഡ് ടേൺ ഓവർ റേഷ്യോ എത്രയാണെന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ തരും. ആ ഒരു കണ്ടീഷനിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടിയത് 3. ഓക്കെ, 4 ആയിരുന്നല്ലേ കിട്ടിയത്, അല്ലെ 3 ട്രേഡ് റേഷ്യോ ഈസ് 3. ഈ 3 അപ്പോൾ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് പറയുന്നത് എത്രയാണ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഇത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ നോർമലി നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ്? ഇത് ട്രേഡ് ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കില്ല തുടങ്ങുക. ഇതിന് പകരം നമുക്ക് തരുന്ന റവന്യൂ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയ്ക്ക് പകരം നമുക്ക് തരുന്നത് ഡെപ്റ്റർ ടേൺ ഓവർ പീരീഡ് എന്നുള്ളത് നമുക്ക് തരും. അതല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 90 days ആയിരിക്കും തരിക. അപ്പം ഈ 90 days നമ്മൾ ഒരു ബാക്കിലേക്ക് ഒരു ബാക്ക് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം ഈ 90 daysൻ്റെ ഇക്വേഷൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. 90 days ഈസ് ഈക്വൽ ടു നമുക്കറിയാം അതെന്താണ് 360 ഡിവൈഡഡ് ബൈ 4 times ആണ്. 4 times ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 times ആണ് അല്ലെങ്കിൽ 3 times ആണ് അല്ലെങ്കിൽ 4 times ആണ് റേഷ്യോസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ഇക്വേഷൻ ഡ്രാഫ്റ്റ് ചെയ്യും. ഇതാണ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവില്ല. 4 times എന്നുള്ളത് ഉണ്ടാവില്ല. അതിന് പകരം 90 days തന്നിട്ടുണ്ട്. അപ്പോൾ 90 days ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് 360 ഡിവൈഡഡ് ബൈ 90 ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? 4 times കിട്ടുന്നത്. അപ്പോൾ 4 times ആൻസർ ആണ് കിട്ടുക. അപ്പോൾ അതിന് ശേഷം 4 times ആണ് ട്രേഡ് റിസീവബിൾസ് എന്ന് നമുക്ക് അറിയും. അപ്പോൾ അവിടേക്ക് നമുക്ക് ദാറ്റ് ഇസ് 4 times. ഇവിടെ നമുക്ക് എന്താണ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോസ് നമുക്കറിയാം. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് റിസീവബിൾസ് ആണ്. അപ്പോൾ നോർമലി ഇവിടെ ആവറേജ് റിസീവബിൾസ് നമുക്ക് നേരത്തെ പോലെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ആവറേജ് റിസീവബിൾസ് എന്നുള്ളത് നമുക്കറിയാം അതെന്താണ് 80,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് 4 into 80,000 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്തിട്ട വാല്യൂ 320, അതായത് 3,20,000. അപ്പം ഇങ്ങനെ ഒരു റിവേഴ്സ് പ്രോസസ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടാവും. അതാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് NISM എപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ സംഗീത്. 80,000 ഒന്നും കൂടെ ഒന്ന് പറയുമോ? എങ്ങനെയാ കിട്ടുക? ഷുവർ 80,000 എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഈ 80,000 എന്നുള്ളത് ഈ ട്രേഡ് റിസീവബിൾസിൻ്റെ ആവറേജ് ആണ്. ഇപ്പോൾ ട്രേഡ് റിസീവബിൾസിൻ്റെ ഓപ്പണിംഗ് വാല്യൂ ആണ് ട്രേഡ് റിസീവബിൾസ് ഓഫ് 1st April 2016 എന്നുള്ളത്. അത് 40,000 ആണ്. ക്ലോസിങ്ങിൻ്റെ വാല്യൂ 31st March 2017 120 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നുള്ളത് 1,60,000 ആണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൂടെ ആഡ് ചെയ്താൽ അത് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മളുടെ ആവറേജ് വാല്യൂ എന്നുള്ളത്. അതാണ് 80,000. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന്
റിവേഴ്സിലി ആലോചിക്കാം. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം നോർമൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ആലോചിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും, എന്നാലും ട്രൈ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചോദിക്കുക. നമുക്ക് ഫർദർ ഡിസ്കഷൻസ് എടുക്കാം. കാരണം ഈ ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് നല്ല പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യണം. കാരണം ഇവിടുത്തെ ഒരു മാർക്ക് കളയാൻ പാടില്ല എന്നുള്ളതാണ് എക്സാമിന് പാസ്സാവാൻ നമുക്കത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രിപ്പറേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ട്രൈ ചെയ്തു. ഇത് വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു റേഷ്യോ ആണ് ട്രേഡ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ക്രെഡിറ്റ് പെർച്ചേസ് ഉണ്ടാവും സപ്ലൈസിന് എടുത്തുനിന്ന്. ആ സപ്ലൈസിന് എടുത്തുനിന്ന് നമ്മൾ എടുത്ത പെർച്ചേസ് അത് നമ്മൾ എത്ര സമയം കൊണ്ടാണ് റീപേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാധാരണ അത് ഡിലേ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ ഇതിനെ ക്രെഡിറ്റ് ടേൺ ഓവർ റേഷ്യോസ് എന്നാണ് പറയുക. മറ്റേത് ഡെപ്റ്റഡ് ടേൺ ഓവർ റേഷ്യോ ആണ്, ഇത് ക്രെഡിറ്റഡ് ടേൺ ഓവർ റേഷ്യോ ആണ്. ട്രേഡ് പേബിൾ ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയും. ആ ക്രെഡിറ്റഡ് ടേൺ ഓവർ റേഷ്യോസ് എപ്പോഴും എന്ത് ചെയ്യാം, ഡെപ്റ്റഡ് ടേൺ ഓവർ റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഡെപ്റ്റഡ് ടേൺ ഓവർ റേഷ്യോസ് ആണ് എപ്പോഴും നമുക്ക് എന്ത് കിട്ടേണ്ടത്, പെട്ടെന്ന് ക്വിക്ക് ഡേയ്സ് കൊണ്ട്. ഡെപ്റ്റഡ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഒരു 30 days കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രെഡിറ്റഡ് ടേൺ ഓവർ റേഷ്യോസ് നമുക്ക് ഒരു 40 days കൊണ്ട് കൊടുത്താൽ പ്രശ്നമില്ല. കാരണം നമ്മളൊരു സാധനം വാങ്ങി അത് പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞ് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റേഴ്സിന് അടുത്തുള്ള പൈസ പ്രോപ്പറായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു 30 days കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു 40 days കിട്ടുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതല്ലാതെ അത് നമ്മൾ വലിയൊരു ഗ്യാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതുമില്ല. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. നമ്മളുടെ ഓവർ ഡ്യൂസ് വീണ്ടും എന്താവാനുള്ള സാധ്യതകളുണ്ട്, കൂടാനൊക്കെ ഉള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അതും നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടറാണ്. പക്ഷെ അല്ലാത്ത സെനാരിയോയിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു 2-3 days അല്ലെങ്കിൽ ഒരു 5-10 days നമുക്കൊരു ഡിഫറൻസ് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല സെനാരിയോസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് നേരത്തേതൊന്നും സെയിം തന്നെയാണ്. ക്രെഡിറ്റഡ് ടേൺ ഓവർ റേഷ്യോ ഓർ ട്രേഡ് പേബിൾ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നമ്മളുടെ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ളത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് നമ്മളുടെ റിട്ടേൺസ് ആണ്. മൈനസ് എന്തെങ്കിലും പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പേബിൾ ഓർ ആവറേജ് ക്രെഡിറ്റേഴ്സ് പേബിൾ ആണ്. ഇക്വേഷൻസ് ഒക്കെ നേരത്തേതിൻ്റെ സെയിം തന്നെ. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ മന്ത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടേൺ ഓവർ റേഷ്യോസ് ആണ് ട്രൈ ചെയ്യേണ്ടത്. നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടില്ല എന്നുള്ളൂ, നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 റേഷ്യോസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 റേഷ്യോസിൽ ഏതെങ്കിലും ഒരു റേഷ്യോസ് ഉള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും മസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി 1-2 റേഷ്യോസും കൂടെ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ ഈ 3 റേഷ്യോസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ? ഇത് സെയിം തന്നെയാണ്, നേരത്തെ ചെയ്തതിൽ സെയിം തന്നെ, മറ്റൊരു ഡിഫറൻസും ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ, ഒരു 30 seconds. യെസ്. ഇതിപ്പോ സംഭവം ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം അറിയാം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഫസ്റ്റ് കാണുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയാണെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ. എങ്ങനെ റൂട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നത്, അത് ചെയ്തു പോകുമ്പോഴും കറക്റ്റ് ആ ഫ്ലോയിൽ. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇത് പിന്നെ പുതിയൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ കിട്ടുമ്പോൾ സെയിം ഇക്വേഷനിൽ ടേബിൾസ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്ങനെ ഈ എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആവണമെന്നില്ല.
അടുത്ത ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതുകൊണ്ട് വേറെ അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ ആവണമെന്നില്ല, അവിടെയും ചിലപ്പം കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യത ഉള്ളത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാലും നമുക്കതിനെ ഒരു ക്ലിയർ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അത് സോൾവ് ചെയ്യുക, അല്ല ഈ രീതിയിൽ തന്നെ അത് സോൾവ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ വേ ഇങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഹൈസ്കൂളിലെ മാത്സ് അല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉള്ളൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് എന്തുമായി റിലേറ്റ് ചെയ്തതാണെന്ന് നമ്മൾ പതുക്കെ ഡീകോഡ് ചെയ്ത് വെക്കുക. ഇത് ഏത് ഏരിയയുമായി റിലേറ്റഡ് ആണെന്നുള്ളത് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡീകോഡ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാൽക്കുലേറ്റ് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോസ് ആണെന്ന്. അപ്പം നേരെ നമ്മളുടെ പേപ്പറിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ട്രേഡ് പേയബിൾ, ദാറ്റ് മീൻസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റർ ടേൺ ഓവർ റേഷ്യോസിൻ്റെ ഇക്വേഷൻസ് അപ്പോൾ തന്നെ നോട്ട് ചെയ്തേക്കാം. നമുക്ക് ആകെയുള്ള ഒരു ഹിന്റ് അതാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നോർമലി നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഓർ ട്രേഡ് പേയബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ആവറേജ് ക്രെഡിറ്റ് സെയിൽസ് അല്ല, ആവറേജ് ക്രെഡിറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ അതേപോലെ ട്രേഡ് പേയബിൾ ആണ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട്, ആവറേജ് ഓപ്പണിംഗ് ക്ലോസിംഗും തമ്മിൽ. ഇനി ഇത് കണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയതിന് ശേഷം പിന്നെ ഇതിൽ ഈ രണ്ട് എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇവിടെ ക്രെഡിറ്റ് പെർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ ക്രെഡിറ്റ് പെർച്ചേസ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് പെർച്ചേസ് നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ആണ്. ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് കൊണ്ട്, ബിൽസ് പേയബിൾ നമുക്ക് എന്തുണ്ട്, മീൻസ് ക്ലോസിംഗ് കൊണ്ട്. ഇപ്പോൾ നോർമലി നമുക്ക് ഇക്വേഷൻസിലേക്ക് പോവാലോ. ഇവിടെ നേരത്തെ ചെയ്ത ഇക്വേഷൻസ് ഇവിടെ നമുക്ക് ആവറേജിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് പെർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ, ക്രെഡിറ്റ് പെർച്ചേസ് ഡ്യൂറിങ് ദ ഇയർ ആണല്ലോ നമുക്ക് പേ ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ആ എമൗണ്ട് ആണല്ലോ നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 12 lakh rupees ഡിവൈഡഡ് ബൈ. ഇനി നമുക്ക് സെക്കൻഡ് വൺ ആണ് ആവറേജ് ക്രെഡിറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് ക്രെഡിറ്റേഴ്സ് ആദ്യം 2 ഓപ്പണിംഗ് എടുക്കുക. 2 ഓപ്പണിങ്ങിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് 3 lakhും 1 lakhും ആണ്, 4 lakh rupees. 2 ക്ലോസിംഗ് തന്നിട്ടുണ്ട്, 1,30,000 + 70, നമുക്കത് 2 lakh rupees ആണ്. ടോട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 6 lakh rupees ആണ്. 6 lakh rupees ഡിവൈഡഡ് ബൈ 2, അതാണ് നിങ്ങൾ ആവറേജ്, ദാറ്റ് ഈസ് 3 lakh rupees. ദെൻ 3 lakh rupees നോർമലി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. 12 lakh rupees ഡിവൈഡഡ് ബൈ 3 lakh rupees ആയിരിക്കും നമ്മൾ ഇവിടെ ട്രൈ ചെയ്യേണ്ടത്. ജസ്റ്റ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം. കാരണം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ക്രെഡിറ്റ് പെർച്ചേസ് നമുക്ക് അറിയാം എത്രയാണെന്ന്, അതുകൊണ്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഇറ്റ്സ് പ്രൊവൈഡഡ് ആണ്. അത് 12 ലക്ഷം രൂപയുണ്ട്, അത് ഡയറക്റ്റ്ലി എടുത്തു. ഇനി ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഓപ്പണിങ്ങും ബിൽസ് പേയബിൾ ഓപ്പണിങ്ങും അതോട് കൂടിയിട്ട് ക്രെഡിറ്റേഴ്സിൻ്റെ എൻഡും ബിൽസ് പേയബിൾസിൻ്റെ എൻഡും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോസിന് എടുക്കേണ്ട ആവറേജ് വാല്യൂ. ഓക്കെ, ദെൻ അത് രണ്ടും നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 times ആയിരിക്കും വാല്യൂ കിട്ടുന്നത്. ഇനി അതിനെ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, 360 ഡിവൈഡഡ് ബൈ 4 times ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് 90 days ആയിരിക്കും ലഭിക്കുക. ഓർ നിങ്ങൾക്ക് 12 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 3 months നിങ്ങൾക്ക് ഇവിടെ ആൻസേഴ്സ് ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഒറ്റ വഴിയുള്ളത്, ജസ്റ്റ് ഒന്ന് ഈ പ്രോബ്ലംസ് നന്നായി ട്രൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ, അല്ലെങ്കിൽ എപ്പോഴാണോ ഡൗട്ട് ഉണ്ടാവുന്നത് ആ ഡൗട്ട് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇതേപോലെ ഇരിക്കുക, മാക്സിമം ടൈം അതിൽ എഫേർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു എളുപ്പ വഴി.
കാരണം ഇത് ബികോം സ്റ്റുഡൻസ് ഒക്കെ ഒരു 1 month എടുത്ത് പഠിക്കുന്ന റേഷ്യോസ് ആണ്. ഓരോ റേഷ്യോസ് ഓരോ ക്ലാസ്സിലെടുത്ത് അതിൽ മാക്സിമം 1, 2, 3 പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മളതൊരു 4 ക്ലാസ്സിലേക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ പ്രോബ്ലംസ് മാക്സിമം പ്രോബ്ലത്തിൽ കൂടെ കടന്നു പോയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ NCERTയുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ ലിങ്ക് സംഗീതത്തിന് അയച്ചായിരുന്നു. ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം ഇപ്പോൾ തന്നെ, ഇത് കഴിഞ്ഞിട്ട്. അതിൽ കുറച്ച് ആ കിളി പോയിരിക്കുക. അത് +2ൻ്റെ ആണ് ശരിക്ക്. ഞാനൊരു 1/2 മണിക്കൂർ നോക്കി ആ അത് ജസ്റ്റ് ഫസ്റ്റ് മുതൽ ഇങ്ങനെ അത് ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് സൈക്കോളജിക്കൽ പ്രശ്നമാണ്. എന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ കുറേ കൂടെ റീലിന് അഡിക്റ്റ് ആയി പോയ സമയമാണ് ഇപ്പോൾ. റീൽസിൻ്റെ ഒരു അഡിക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇത്രയും വലിയൊരു സാധനം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക്. അതാണ് ശരിക്കും നമുക്കിത് ഇപ്പോൾ ഒരു റീലായി കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒരു 10-30 റീലാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 30 റീല് കാണാൻ വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇത് വായിക്കാൻ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു അതാണെന്നാ. ഇല്ല പിന്നെ അതൊക്കെ ഇപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ ക്രിക്കറ്റിൽ കുറച്ച് ക്രിക്കറ്റ് കാണാനും അത് കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫുട്ബോൾ നമ്മൾ ആ സമയത്ത് ഫുട്ബോൾ അത്ര ഇത് ഉണ്ടായതുകൊണ്ട് ഫുട്ബോൾ കാണാൻ മാത്രമാണ് ഇഷ്ടമുള്ളത്, കളിക്കാൻ അത്ര പരിചയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ സ്കൂൾ ലീവാക്കി, സ്കൂളിൻ്റെ സമയത്ത് തന്നെ അതായത് ആശാസ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അത് എസ്പെഷ്യലി എനിക്ക് രാഹുൽ ദ്രാവിഡ് അതേപോലെ തന്നെ VVS ലക്ഷ്മൺ ഇവരെയൊക്കെ കളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് 10ാം ക്ലാസ്സിലും +2 ഉള്ള സമയത്ത് സ്കൂളിലൊക്കെ ലീവാക്കി. അത് പിന്നെ വീട്ടിലും പ്രശ്നമില്ലായിരുന്നു. അച്ഛനും കളി കാണുന്നതുകൊണ്ട് അച്ഛനും എന്തെങ്കിലുമൊക്കെ ലീവാക്കിയാൽ മൂപ്പർക്ക് പ്രശ്നമില്ല. ബാക്കി എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് രാവിലെ 5 മണിക്കൊക്കെ എണീച്ച് കാണുമായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരാൾക്ക് അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു റിസൾട്ട് ഒന്നും ഇല്ല. നാളെ ഇത് കാണണം, എന്നാലല്ലേ റിസൾട്ട് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈവൻ ഒരു 2020 പോലും കാണാനുള്ള ഒരാളില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കളി വീണ്ടും ചെറുതായി ഒരു ½ an hourലേക്കോ 1 hourലേക്കൊക്കെ വന്നു കഴിഞ്ഞാലോ കളി കാണാൻ ആളുള്ളൂ. അപ്പോൾ അതൊരു മൈൻഡ് സെറ്റിൽ വന്നൊരു ചേഞ്ചാണ്. അപ്പം ഇപ്പം നമുക്കൊരു 2020 ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതിന് പകരം നമുക്കൊരു ഫുട്ബോൾ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ആ ഒരു 1 hour. അപ്പോൾ അതെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു റീലിലേക്ക് ചെറിയ സമയത്തേക്ക് വരികയാണ്. അപ്പോൾ ഇനി ശരിക്കും ഫുട്ബോളൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ ഈ ഒരു 90 മിനിറ്റ് കളിക്കുന്നതിന് പകരം ചിലപ്പം കുറച്ചും കൂടെ ചെറുതാവാനാണ് സാധ്യത. അപ്പം കുറച്ചും കൂടെ പവർ ഫുട്ബോൾ കളിക്കാമല്ലോ. കാരണം ഒരു എന്ത് ചെയ്യേണ്ട 1 hour കളിക്കണം അല്ലെങ്കിൽ 1.5 hour കളിക്കണം എന്നില്ല. അപ്പോൾ അത് നമ്മളെയും ബാധിച്ചൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. പക്ഷെ അത് നമുക്കൊരു പോസിറ്റീവും കൂടിയാണ് ഈ മാർക്കറ്റിൽ. കാരണം എന്താ വെച്ചാൽ ഇക്വിറ്റി മാർക്കറ്റിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് റീഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം റീഡ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രോസസ്സിന് അല്പം കൂടി ഒരു എന്തുണ്ടാവും, ക്രെഡിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പം അത് നമ്മൾ പതുക്കെ നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ റിസർച്ച് അനലിസ്റ്റ് ഏത് പൊസിഷൻ ആണെങ്കിൽ പോലും നമുക്ക് റീൽസ് മീൻസ് പെട്ടെന്ന് ക്വിക്കായി കിട്ടുന്നത് മാറി നമ്മൾ റീഡ് ചെയ്ത് ഇൻഫർമേഷൻസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ജനറേഷൻ അത് കുറച്ചൊരു ടഫ് ടാസ്ക് ആണ്. എല്ലാം മൊബൈലിൽ കിട്ടി പരിചയമുള്ളൊരു ജനറേഷന്. പക്ഷെ അതും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം എന്തായാലും കൊടുക്ക്. ഈ ചാപ്റ്റർ മീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ വിട്ട് കളയാൻ പറ്റില്ല. ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ സാധനമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 25% ഈസ് ഓവർ. ഓക്കെ, അപ്പോൾ ഇത് വിട്ട് കളയണ്ട, ഇത് പഠിച്ചു കളയാം. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാം, നോ ഇഷ്യൂ. അത് നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഡൗട്ട് ചോദിക്കാൻ കാത്തിക്കണ്ട. എപ്പോഴാണോ നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്നത് ജസ്റ്റ് ചോദിക്കുക. എനിക്കറിയാവുന്നതാണ് ഞാൻ ആ സമയത്ത് പറയാം. അതല്ലേ ജസ്റ്റ് റെഫർ ചെയ്തിട്ട് നമുക്ക് പറയാം. ഇതല്ലെങ്കിൽ ജസ്റ്റ് നമുക്കുണ്ടാകുന്ന ഡൗട്ട് അത് സെയിം ടൈമിൽ ChatGPTയിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ബോട്ടിനോട് സംസാരിച്ചാൽ മതി. ആ ബോട്ട് നമുക്ക് പറഞ്ഞു തരും. ഇതിന്റെ ആൻസർ ഇപ്പൊ എഴുതി കാണിച്ചു, പക്ഷെ ഓളിച്ച് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അല്ല, ഇത് ഈസിയാണ്. ഇത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ അവിടെ അതൊന്ന് ചോദിക്കാൻ ഓൾറെഡി ആളുണ്ടല്ലോ. ഷിനേഷിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര
അല്ല അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ്, ജസ്റ്റ് കുറച്ച് സമയം അതിൽ നിന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. സയാനും ഒക്കെ തന്നെ ജസ്റ്റ് സമയം, ഇത് നിർബന്ധമാണ് നമുക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. അത് ക്ലിയർ ചെയ്യാൻ വഴി ജസ്റ്റ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഒരു വേയിലേക്ക് വരുന്നത് തന്നെയാണ്. ഇനി ഇതിനൊരു 2 വീക്സ് എടുത്താലും കുഴപ്പമില്ല. സാറ്റർഡേ സൺഡേ ഒക്കെ കുറേ പേജും പേപ്പറുമായിട്ട് അങ്ങോട്ട് ഇരിക്കുക, ജസ്റ്റ് ചെയ്ത് നോക്കുക, റെഡി ആവില്ല വീണ്ടും ചെയ്ത് നോക്കുക, റെഡി ആവില്ല വീണ്ടും ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെ ചെയ്യുക. അതോ ഇതിൽ വഴിയുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് എല്ലാ മെത്തേഡ്സും ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്താൽ മതി. ഓൾറെഡി ഇത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിൻ്റെ ആൻസറും അവിടെ തന്നെ ഉണ്ട്, പക്ഷെ എന്നാലും ജസ്റ്റ് അത് നോക്കാം. പിന്നെ 1-2 റേഷ്യോസ് ജസ്റ്റ് പറഞ്ഞു വെക്കാനാണ്. നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് ആണ്. നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ദാറ്റ് മീൻസ് ടോട്ടൽ റവന്യൂ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ടും സെയിൽസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് ആണ്, ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ എഫിഷ്യൻസിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എമൗണ്ട് അല്ലെങ്കിൽ നമ്മളൊരു നെറ്റ് അസറ്റ് അത് നമുക്ക് സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെ എത്ര ടൈം ഒരു ഇയറിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒരു 4-5 പ്രാവശ്യം ഇയർലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, 5 ടൈംസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്, നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. പക്ഷേ അത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡസ്ട്രി ആണ്, ഡിപ്പെൻഡ് അപ്പോൺ ദ മാർജിൻ ആണ്. നല്ല മാർജിനുള്ള ഇൻഡസ്ട്രി ആണോ. ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾ സെല്ലേഴ്സിൻ്റെതാണെങ്കിൽ അവരുടെ ടേൺ ഓവർ റേഷ്യോസ് എപ്പോഴും ഭയങ്കര ഹൈ ആയിരിക്കും. ടേൺ ഓവർ പീരീഡ് ഭയങ്കര ഹൈ ആയിരിക്കും. ഹൈ മീൻസ് നമ്പർ ഹൈ ആയിരിക്കും, പീരീഡ് കുറവായിരിക്കും. 2 days കൊണ്ടൊക്കെ ആയിരിക്കും അവർ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി സെല്ല് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഐറ്റം അതേപോലെ ആയതുകൊണ്ടാണ്. അപ്പം ഇനി അത് ഫിഷ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ 2-3 days ഒക്കെ ആയിരിക്കും വരിക. അപ്പം അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ സെയിൽസും ക്യാപിറ്റൽ എംപ്ലോയിഡും നമ്മൾ റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ ഇനി ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോർമൽ സെയിൽസ് ആണ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്ര റവന്യൂ എത്ര ടൈംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് എന്നുള്ളത് ഇതേപോലെ വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ദെൻ ഇനി വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു നോർമലി നമുക്കറിയാം അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ട എമൗണ്ട് ആണ്. പക്ഷെ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നെറ്റ് മീൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് വരുന്ന റേഷ്യോസ്. അതിലെ ഫസ്റ്റ് 3 റേഷ്യോസ് എന്നുള്ളത് നമുക്ക് ക്രൂഷ്യലാണ്. മാക്സിമം പ്രോബ്ലംസ് ആ ഏരിയയിൽ ട്രൈ ചെയ്ത് നോക്കണം. അതെന്തായാലും അതിൽ നിന്ന് 1-2 റേഷ്യോസ് നമുക്ക് വരും. കാരണം ഈ റേഷ്യോസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്ന 12-13 മാർക്ക് ഉണ്ട്. അപ്പോൾ നോർമലി ഈ ക്വസ്റ്റ്യൻസ് നിന്നൊക്കെ 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കാതെ 12 മാർക്ക് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ ഫസ്റ്റത്തെ 1-2 ചാപ്റ്റേഴ്സൊന്നും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് ഈ ഏരിയാസ് ഒന്ന് റീചെക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്ന 1-2 കോൺസെപ്റ്റുകൾ നമുക്ക് ഓക്കെ അത് ഡ്യൂപോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു അനാലിസിസ് ഉണ്ട്. ഇത് സിംപിളി ROE കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നോർമൽ ROE എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കമ്പൈൻഡ് ഇക്വേഷൻസ് പറയും. ശരിക്കും ഇത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി തന്നെയാണ്, പക്ഷെ അതൊരു കമ്പൈൻഡ് ഇക്വേഷൻസ് ആയിട്ടാണ് വരിക. ജസ്റ്റ് ഇങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, ദാറ്റ് മീൻസ് പ്രോഫിറ്റബിലിറ്റി പാർട്ട്. then എഫിഷ്യൻസി പാർട്ടാണ് സെയിൽസ് ഡിവൈഡഡ് ബൈ അസറ്റ് ഇൻറ്റു അസറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, ദാറ്റ് മീൻസ് ലീവറേജ്. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 3 പാർട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്നത് ROE ആണ്. പക്ഷെ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ ഇത് ഇങ്ങനൊരു ജസ്റ്റ് ഇത് ROE കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെയുള്ള ഒരു കമ്പൈൻഡ് ഇക്വേഷൻ ആണിത്. ശരിക്കും ചിലപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫിഗർ നമുക്ക് തരും, ചിലപ്പോൾ ROEയും തരും,
എന്നിട്ട് ആ ഫിഗർ ഫൈൻഡ് ചെയ്യാനൊക്കെ പറയും. ഇപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ തരാതെ ROI തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്ന് നെറ്റ് അസറ്റും തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യന് ഈ ഒരു ഡീഫോൾട്ട് മോഡ് വെച്ചിട്ട് നമുക്ക് തരാറുണ്ട്. അപ്പം നേരത്തെ ഉള്ളതൊക്കെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ROIക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇവിടെ വരുന്നത് ഫോർകാസ്റ്റിംഗ് ബൈ യൂസിങ് റേഷ്യോ അനാലിസിസ് ആണ്. അവിടെ നമുക്ക് കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് ഒരു 1, 2, 3 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് നെക്സ്റ്റ് ഇയറിലെ ഡാറ്റയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഇയറിലെ ഡാറ്റയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പം ജസ്റ്റ് അതിന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിലേക്ക്, കാരണം 1, 2, 3 വർഷത്തെ ഡാറ്റ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഇയറിൽ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫോർകാസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ റേഷ്യോസ് ഉപയോഗിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഫോർകാസ്റ്റ് ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഫസ്റ്റ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ്, സെക്കൻഡ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ്, തേർഡ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ 5th, 6th ഇയറിലൊക്കെ ഉണ്ടെങ്കിൽ 7th ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് ഇതാവാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ആ ഡാറ്റ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് ബൈ യൂസിങ് ദി റേഷ്യോ അനാലിസിസ്. ഓക്കെ, ജസ്റ്റ് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ ആണ്. അപ്പോൾ നോർമലി നമുക്ക് സെയിം ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള കമ്പനീസും സെയിം ആയിട്ടുള്ള സെനാരിയോസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ഈ റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്ത് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ജസ്റ്റ് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് വരാനുള്ള ഏരിയാസ് ഇല്ല. പക്ഷേ ഡീപോർട്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. സംഗീതി ജസ്റ്റ് ഇത് ഈ കമ്പാരിസൺ നമുക്ക് വീക്ക്ലി ഓഫീസിൽ നമുക്ക് ഇങ്ങനെ ഡാറ്റാസ് തന്നു പോകും. കാരണം ക്ലയൻസിന് നമുക്ക് വീക്ക്ലി കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ക്വാർട്ടർലി എന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കാറില്ല. അല്ല, ശരിക്കും അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഒരു സ്ക്രീനർ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പല ഇയേഴ്സിലത്തെ കമ്പൈൻ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ എങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് സ്ക്രീനർ എടുത്ത് നോക്കിയാൽ നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ പിയർ ഗ്രൂപ്പ് അനാലിസിസ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ അവിടെയും ഈ സെയിം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് സ്ക്രീനർ ഇത് നമ്മൾ ചെയ്യാത്തൊരു കാര്യമല്ല നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ തിയറി കുറച്ച് നോക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക്. ഇപ്പോൾ ബാങ്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബാങ്കിൽ HDFC ബാങ്ക് എടുക്കുന്നു. HDFC ബാങ്ക് ഭയങ്കര വീക്കാണ്, ഒരു ഭയങ്കര ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഷെയറിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ കുറച്ച് പൈസ കയ്യിൽ ഭയങ്കര ഓൾമോസ്റ്റ് ഞാൻ നല്ല ടൈറ്റിൽ പോവുകയാണ്, എന്നാൽ പോലും കുറച്ച് പൈസ ഉള്ളത് കയ്യിൽ ഒരു 50+ ഞാൻ ഓൾറെഡി HDFC, കാരണം എന്താ വെച്ചാൽ HDFC എൻ്റെ പോർട്ട്ഫോളിയോയിൽ വേണ്ട ഒരു സാധനമാണെന്ന് വിചാരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഇവരുടെ പല ചെറിയ ഫ്രോഡ് സാധനങ്ങൾ പുറത്ത് വരുന്നത്. കാരണം അവർ ഏതോ ഒരു ട്രസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്തിട്ട് നോർമൽ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് സേവിങ്സ് അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് 3-4% ഒക്കെയാണ്, 4%-ന് താഴെയാണ്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് അവർ കൊടുത്തത് 6% എബവ് ആണ്. അപ്പോൾ അതൊരു ഫ്രോഡാണ്. കാരണം എന്താ വെച്ചാൽ അത് അവർ കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഡൊണേഷൻ ആയിട്ടാണ്. അത് US-ൽ അതൊരു കാരണം ഇത് US-ലും ലിസ്റ്റഡ് ആയിട്ടുള്ള അതെ, US-ൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു കേസ് നടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള, അതായത് HDFC-യുടെ ഭാഗത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഇങ്ങനെയുള്ള കുറേ എന്ത് ചെയ്യുന്നുണ്ട്, അത് അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും ഒരു ഷോർട്ട് ടേമിൽ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ SBIയുടെ ഭാഗത്ത് HDFC-യുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു കുറച്ച് കൺസേൺ ഉള്ളൊരു സാധനമാണ്. കാരണം കാരണം എന്താ വെച്ചാൽ അവർ ആ മേർജറിന് ശേഷം മാർക്കറ്റ് പൊങ്ങിയിട്ടേ ഇല്ലല്ലോ. ഇല്ല, ആ മേർജറിന് ശേഷം ലാസ്റ്റ് 4 ഇയേഴ്സിലെ ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പം കാരണം കാരണം എന്താ വെച്ചാൽ അത് ആദ്യത്തെ ഒരു 1-2 വർഷമൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഒരു ഡിമേർജർ കഴിയുന്ന സമയത്ത് അവർക്ക് റീസ്ട്രക്ചറിങ്ങും അസറ്റിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് എക്സ്പെൻസും അവരുടെ എഫിഷ്യൻസി കുറവാകും. ആ കുറവ് ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കുറവ് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോരോ ഇഷ്യൂസും പിന്നെ എക്കണോമിയും
അത്ര പോസിറ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു എക്കണോമിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി എല്ലാ സാധനത്തിനെയും മറച്ചു വെച്ചിട്ട് ഒരു മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. കവർ ചെയ്ത് SBI ആണ് ഫസ്റ്റ് ബാങ്ക്. അതെ 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 അതെ. SBI ശരിക്കും അതെ അതെ, നമുക്ക് ശരിക്കും SBI നമ്മൾ കൊടുക്കാത്തൊരു, SBIക്ക് നമ്മൾ ഇത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, പക്ഷെ എന്നാൽ പോലും SBI അതിനേക്കാൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 20% ക്ലയൻസിന് മ്യൂച്വൽ ഫണ്ട് കൺവേർട്ട് ചെയ്തു, എല്ലാം സ്വിച്ച് ചെയ്യിപ്പിച്ചു SBI മൾട്ടിയിലേക്കും. പക്ഷെ ശരിക്കും ഇന്നലെ ഈ HDFCയുടെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് പ്രശ്നം വരൂല കേട്ടോ. ഇല്ല, HDFCയിൽ ശരിക്കും പ്രശ്നം വരുന്നത് HDFCയുടെ ഷെയർസ് ഓൺ ചെയ്യുന്ന ആളുകൾക്കാണ് മാത്രമേ പ്രശ്നമുള്ളൂ. HDFCയുടെ മ്യൂച്വൽ ഫണ്ട്സ് ഓൺ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം ആ മ്യൂച്വൽ ഫണ്ട്സിന്റെ അകത്തൊക്കെ എന്താണ്, വേറെ വേറെ ഷെയർസ് ആണല്ലോ ഉണ്ടാവുക. പക്ഷെ ഫണ്ട് ഹൗസ്, AMC, HDFC കമ്പനി മൊത്തത്തിൽ പോയി പോകുന്ന ഇല്ലില്ല, ഇന്ത്യയിൽ അത്ര ഇതായിട്ട് എന്തായാലും ഒരു പ്രശ്നം വരില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും റൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ നമ്മളിത്. ഇന്ത്യയുടെ എക്കണോമിയുടെ തന്നെ ഒരു ബാക്ക് ബോൺ അല്ലേ, അപ്പൊ അത്ര പ്രശ്നം വരൂല. പക്ഷെ ഷോർട്ട് ടേമിൽ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പല ഷെയർസിലും മേജർ പെർസെൻറ്റേജ് കിടക്കുന്നത് HDFCയുടെ ഷെയർസ് ആയിരിക്കും. 10% പല മ്യൂച്വൽ ഫണ്ടുകളിലും കിടക്കുന്നത് 10%, 8% ഒക്കെ HDFCയുടെ ഷെയർസ് ഉണ്ടാവും. അത്തരം മ്യൂച്വൽ ഫണ്ട്സിന്റെ ഗ്രോത്തിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാണ്. അത് ആ ഫണ്ട് ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ട്സുകൾ, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ എടുക്കുമ്പോൾ HDFCയുടെ എക്സ്പ്ലോഷർ അല്പം കുറഞ്ഞ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ, പക്ഷേ നോക്കാം, അത് കുഴപ്പമില്ല. അത് വെൽ ഡൈവേഴ്സിഫൈഡ് ആകുന്ന സമയത്ത് കുഴപ്പമില്ല. ആ എക്സ്പ്ലോഷർ കുറച്ച് കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്നാലും അത് വേണമെങ്കിൽ കുറഞ്ഞ ഫണ്ടുകൾ, നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, എന്തായാലും നോക്കാം. നാളെയും മറ്റന്നാളും പറ്റുവാണെങ്കിൽ മാക്സിമം പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് എടുക്കാം. നാളെ മോർണിംഗ് ജസ്റ്റ് ഞാൻ കുറച്ച് സമയം അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻസ് എടുത്തു പോവാം. ഞായറാഴ്ച നമുക്ക് മോർണിംഗ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ മോർണിംഗ് ഇരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ചുള്ള ഡൗട്ട്സ് ചോദിച്ചാൽ മതി, ഞാൻ ഓൺലൈനിൽ റിപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, ഈ സിമ്പിൾ +2 ലെവലുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അത് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഇപ്പൊ തന്നെ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞത്, ഞാൻ അയക്കാം. ഓക്കെ, ആ ലിങ്ക് അതിൽ ഫസ്റ്റ് മുതൽ തന്നെ ഒന്ന് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇപ്പൊ അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ പ്രോബ്ലംസ് മാത്രമാണ് നമ്മൾ ചെയ്തത്. അതിന്റെ കുറച്ച് ടഫായുള്ള പ്രോബ്ലംസും അതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഒരു മൺഡേ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മൊത്തം ഇത് വരുന്ന ഒരു 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ മൺഡേ ആകുമ്പോഴേക്ക് ഈ ഏരിയാസ് കംപ്ലീറ്റ് ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം നമുക്ക് മൺഡേ, നാളെയും മറ്റന്നാളും ഓൺലൈനിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്കൊരു ഡിസ്കഷൻ എപ്പോഴെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. നാളെ ഒരു മോർണിംഗ് സെഷനിൽ മാത്രമേ എനിക്ക് തിരക്കുള്ളൂ. അതിനുശേഷം എപ്പോഴാണ് വേണ്ടത് ജസ്റ്റ് പറഞ്ഞാൽ മതി. അതല്ലേ നമുക്ക് മൺഡേ എന്തായാലും ഇതേപോലെ ഈവനിങ് ഒരു 7 o'clock തന്നെ ഇരുന്ന് തുടങ്ങാം. ഓക്കെ, എന്നാല് ശൈല നമ്മൾ വൈൻഡ് അപ്പ് ചെയ്താലോ? ശരി. നാളെ ജസ്റ്റ് എന്തായാലും നാളെ ശരി, എന്നാ കാണാം. ഓക്കെ, വെൽക്കം.